മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്കവാറും പേർക്കും ഇഷ്ടമുള്ളൊരു പച്ചക്കറിയാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു അസാധാരണ രുചിയിലുള്ള വിഭവമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. പൊറോട്ട, ചപ്പാത്തി, ദോശ, പുട്ട്, ഇഡ്ഡലി, ചോറ് എന്നു വേണ്ട എല്ലാറ്റിനും ഒരുപോലെ യോജിക്കുന്ന ഒരു ഓൾറൗണ്ടർ വിഭവം ഉരുളക്കിഴങ്ങ് മസാലക്കറി. അതിനു വേണ്ട ചേരുവകൾ: ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയത് 500 ഗ്രാം, 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, 1 തക്കാളി അരിഞ്ഞത്, പച്ചമുളക് നീളത്തിൽ കീറിയത് 2 എണ്ണം, 1 സവാള അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത് 6 അല്ലി, ഇഞ്ചി ചതച്ചത് 1 കഷ്ണം, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില 2 ഇതൾ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, വറുത്തരച്ച നാളികേരം 1 മുറി, മല്ലിയില കുറച്ച്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഉരുളക്കിഴങ്ങ് ആദ്യം വേവിച്ചെടുക്കണം. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഉരുളക്കിഴങ്ങ് മാറ്റി വയ്ക്കണം. മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള ചട്ടുക കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. സവാള വാടി വരുമ്പോൾ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടുകം കൊണ്ട് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ച ബാക്കി ചേരുവകളെല്ലാം അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക. 4-5 മിനിറ്റ് സമയമെടുക്കും അതെല്ലാം പാകമായി വരാൻ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വറുത്തരിച്ച തേങ്ങയിൽ 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് ഇളക്കി കൊടുക്കണം. ചട്ടുകം കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മാറ്റിവെച്ച വെന്തുപാകമായ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കണം. നന്നായി കുറുകി വരുമ്പോൾ ഗരം മസാല ചേർത്ത് ഇളക്കി നന്നായി യോജിപ്പിക്കുക. കറിവേപ്പിലയും മല്ലിയിലയും മുകളിൽ വിതറിക്കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുക. ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡിയായി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സ്വാദായിരിക്കും ഇതിന്. ഇതുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവരൊക്കെ ആർത്തിയോടെ കഴിക്കും. ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.